ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കൂലേ? അൽഹംദുലില്ലാഹ്, എനിക്കും ഇവിടെ സുഖമാണ്. അപ്പം ഇന്ന് നേരം വെളുത്ത് ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ്, പുട്ടായിരുന്നു കേട്ടോ ചായക്ക് കടി. അതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വാരിയിട്ടും തുടച്ചിട്ടും പാത്രം കഴുകിയിട്ടും ഒരു പണിയെടുത്തിട്ടില്ല. അപ്പോൾ ചോറും കറിയും ഒക്കെ ഉച്ചക്കൾക്ക് ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ച്, കുറച്ച് ചിക്കൻ ഉണ്ടായിനു, അതൊക്കെ കറി വെച്ച് ചോറൊക്കെ ആക്കി വെച്ച് അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ അടുപ്പിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ പോയി പിറങ്ങാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ചോറും കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അടിക്കും തുടക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കറി ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തുനിന്ന് ഡ്രസ്സിന് വിളിക്കുന്നു, പിന്നെ തറവാട്ടിൽ നിന്ന് കേട്ടോ, നമുക്ക് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ആ കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അപ്പുറത്തെ ചക്കക്കൂട്ടാൻ്റെ പണിക്ക് പോയി. ഞങ്ങളെല്ലാവരും കൂടി ഒക്കെ അടുത്തടുത്താണില്ല കേട്ടോ. തറവാടിൻ്റെ കുറേ ആൾക്കാർ കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിനേനു, എല്ലാവരും അടുത്തടുത്താണുള്ളത്. അറിയുന്നവർ എന്തായാലും ചോദിക്കൂല, അറിയാത്തവരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളോട് പറയാനില്ല, എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പക്ഷേ വീഡിയോ ഞാൻ സ്ഥിരം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എന്താ അറിയില്ല, ഭയങ്കര വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ ഒരു മടിയായിരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരി കേട്ടോ. അപ്പോൾ അതാ ഞാൻ പെരൻ്റെ ഉള്ളിൽ ഒരു പണിയായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വേഗം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി അതൊക്കെ ചതച്ചിട്ട് എന്താക്കി വേഗം കറി അങ്ങ് വെച്ചേക്കാ വിചാരിച്ചിട്ടോ. എന്നിട്ട് പിന്നെ വൃത്തിയാക്കിയാൽ ഓരോ ദിവസം അങ്ങനെയാണ്. ചില ദിവസം എല്ലാ പണികളൊക്കെ ആയിട്ടാണ് അടുപ്പിൻ്റെ അടുത്തത്തെ പണിക്ക് നിൽക്കൽ. അപ്പോൾ ഒന്ന് പുട്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ചിക്കന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഐസിങ് വിടണമല്ലോ, അതിന് വെച്ചിന്. ഫുള്ള് അടുക്കളയിലൊക്കെ ചത്തായി കിടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് പാത്രങ്ങളൊക്കെ പരന്നിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു മൂഡ് തോന്നിയതാണ്. പണികളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ചോറും കറിയൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അടിച്ചു വാരി തുടച്ച് പാത്രം കഴുകാന്ന്. അപ്പോൾ അത് ചക്ക ഒരു ഭാഗത്തുനിന്ന് കൊത്തുന്നുണ്ട്, ഒരു ഭാഗത്തുനിന്ന് വെല്ലിമ്മയും എല്ലാവരും ചുളപ്പറിച്ചിടുന്നുണ്ട് കേട്ടോ. ആരും മുഖമൊന്നും കാണിക്കാൻ പറ്റിയ ആൾക്കാരല്ല കേട്ടോ. പിന്നെ നമ്മൾ ആർക്കും ഇഷ്ടമല്ല അതൊന്നും നമ്മൾ ചെയ്യൂല. അങ്ങനെ ഞാൻ പോയി കുറച്ചൊരു വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, കറി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് വേഗം ഇപ്പുറത്തേക്ക് ചാടി. അപ്പുറത്തേക്ക് ചാടുക, ഇപ്പുറത്തേക്ക് ചാടുക, അതൊക്കെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇല്ല പണി. അങ്ങനെ അതാ കറിയൊക്കെ മസാലയൊക്കെ ആക്കി ഞാൻ കുറച്ച് വെള്ളം, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച വെള്ളം തന്നെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ ജാറ് കൂടി തന്നെ ലേശം വെള്ളം എടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതന്നെ വീഡിയോൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താ വീഡിയോ ഇടാത്തത്, ഇപ്പോൾ വീഡിയോ കാണുന്നൊന്നുമില്ലല്ലോ എന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ വീഡിയോ ഇടാതെ നിൽക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരില്ല. അതെന്താ നമ്മളിങ്ങനെ നമുക്ക് തോന്നുമ്പോൾ വീഡിയോ ഇടുക അങ്ങനെയല്ലോ. പക്ഷെ അത് യൂട്യൂബ് ഒരിക്കലും അംഗീകരിക്കൂല കേട്ടോ. നമ്മളിഷ്ടത്തിന് വീഡിയോ ഇടുക അങ്ങനെയൊന്നും യൂട്യൂബ് അംഗീകരിക്കൂല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടൂല എന്നുണ്ടെങ്കിൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോഴും എൻ്റെ വീഡിയോ മുന്നോട്ടേക്ക് ഇങ്ങനെ ഷെയറായി പോകുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണാവോ, ചില ദിവസങ്ങളിൽ എന്തോ ഒരു മൈൻഡൊന്നും ഉണ്ടാവില്ല. അങ്ങനെ 2 കുക്കറിലാക്കിയിട്ട് 10 ലിറ്ററിൻ്റെ 2 കുക്കറിലാക്കിയിട്ട് വേവിച്ചെടുത്ത് അത് നല്ലോണം ഇളക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ തേങ്ങയും ഉള്ളിയും ജീരകം കാന്താരിമുളകും ഒക്കെ പാടെ കൂട്ടി അരച്ചിട്ട് അത് ഇതിലേക്ക് കൂട്ടിക്കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തറവാട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റൊക്കെ വീഡിയോ ഇടുമ്പോൾ എത്രയോ ആൾക്കാരെൻ്റെ തറവാടിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അത് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഒരു സംഭവമൊക്കെ നടന്ന് അങ്ങനെ അതൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ ഇത് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു പുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ കഴിക്കുന്ന കഞ്ഞി കുടിക്കണതും ഇതൊന്നും ഒക്കെ നമ്മളിങ്ങനെ കൊലായ്മലേ കാലൊക്കെ നീട്ടിയിരുന്ന് കുറേ ആൾക്കാർ ഇരുന്നിട്ടൊക്കെ ആയിരുന്നു കുടിക്കണമൊക്കെ ഉണ്ടായിന്, കുട്ടികളും മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ പ്രൈവസി എല്ലാം ഒന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുണ്ട്, ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ചക്കക്കൂട്ടാൻ വെക്കൽ. ചക്കക്കൂട്ടാൻ ഇളക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇങ്ങനെ തന്നെയാണ് ചക്കക്കൂട്ടാൻ ഇളക്കുക. ഇങ്ങനെ ഇറച്ചിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളമ്മമാരും അറിയില്ല, നീ ഇതിന് ചക്കക്കൂട്ടാൻ ഇളക്കും പോലെ ഇത് ഇളക്കണമെന്ന് അറിയില്ലേ? ഇങ്ങനെ തന്നെയാണ് ചക്കക്കൂട്ടാനും കെട്ടി ഇളകളാളക്കൽ. അങ്ങനെ പിന്നെ അത് ഗ്യാസ് മേലൊക്കെ കയറ്റി വെച്ച് നല്ലോണം കടുകും
കരിവേപ്പിലയും വെളുത്തുള്ളിയും ചുവന്നമുളക് ഉണ്ടായിരുന്നില്ലേനു. അങ്ങനെ അതൊക്കെ പിന്നെ ജലദോഷം പിടിച്ചിട്ട് തൊണ്ടം തോര് കിച്ചിയാകുന്നുണ്ട്. പിന്നെ ഈ വോയിസ് ഓവർ നമ്മൾ സ്ഥിരവും കൊടുക്കും, നമുക്ക് അതിൻ്റെ ഒരു നേക്ക് കിട്ടും. എന്താണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടും. നമ്മൾ ഈ അടക്കും തലക്കും ചെയ്യുമ്പോൾ ഒരു തപ്പിപ്പിടിക്കലാണ്, വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഒരു തപ്പിപ്പിടിക്കലൊക്കെയാണ്. അങ്ങനെ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കടുകും പിന്നെ കരിവേപ്പിലയും വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ട് നല്ലോണം കാച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങ അരച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പം